മുൻ താരവും ഫുട്ബോൾ പരിശീലകനുമായിട്ടുള്ള എബിൻ റോസ് ആണ് നമ്മോടൊപ്പം ഇന്ന് ഈ മത്സരത്തിന്റെ പ്രതീക്ഷകൾ പങ്കുവെക്കാൻ ചേരുന്നത്. എബിൻ, സ്വാഗതം. ഈ അർജന്റീന ഇംഗ്ലണ്ട് മത്സരം, ഇപ്പോൾ മക്കലിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ സുപരിചിതരാണ് ഈ ഇംഗ്ലണ്ട് ടീമിലെ അംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിലെ ഒട്ടുമിക്ക ക്ലബ്ബുകളും ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ. അത് തന്നെയാണ് ഇംഗ്ലണ്ടിന് എപ്പോഴും പോസിറ്റീവും നെഗറ്റീവും. പ്രീമിയർ ലീഗിൽ കാണുന്ന ആ മികവ് പലപ്പോഴും ദേശീയ ടീമിനൊപ്പം വരുമ്പോൾ ഒരു കൂട്ടായിട്ടുള്ള പ്രയത്നം വരാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും എക്സ്പെക്ടേഷൻ ഹ്യൂജ് ആയിരിക്കും, പക്ഷേ ആ എക്സ്പെക്ടേഷൻ ഉയരാറില്ല എന്നുള്ളത്. അപ്പോൾ ഈ മക്കലിസ്റ്റർ പറഞ്ഞൊരു കാര്യം, ആ പ്രീമിയർ ലീഗിലെ താളം ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പല കാരണങ്ങളാവാം, ചൂടാകാം, താപനില, അന്തരീക്ഷം ഒക്കെ ആകാം. പക്ഷെ എങ്കിൽ പോലും A to Z അറിയാവുന്ന ആളുകൾക്കെതിരെ കളിക്കുന്നു. 2005 ശേഷം ആദ്യമായിട്ടാണ് അർജന്റീനയും ഇംഗ്ലണ്ടും എന്നുള്ളത് ശരി തന്നെ. പക്ഷേ പരസ്പരം നന്നായി അറിയാവുന്ന രണ്ട് സംഘങ്ങളല്ലേ ഏറ്റുമുട്ടുന്നത്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. എസ്പെഷ്യലി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകകപ്പ് പോലെ ഒരു വേദിയിൽ ആരൊക്കെയാണ് കളിക്കുന്നതെന്ന് കൃത്യമായിട്ടും എതിർ ടീമുകളുടെ സ്ട്രെങ്തും വീക്കും മനസ്സിലാക്കാൻ ചാരന്മാരെ പോലെ അസിസ്റ്റന്റ് കോച്ചുമാര് അല്ലെങ്കിൽ മറ്റുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എതിർ ടീമിന്റെ കൃത്യമായ തന്ത്രങ്ങൾ പഠിക്കും. അതുകൊണ്ട് തന്നെ അതിലൊരു എന്താ പറയാ ഒരു ഫെമിലിയാരിറ്റി, അതായത് എതിർ ടീമിന്റെ സ്ട്രെങ്തും വീക്ക്നെസ് എല്ലാവരും കാണുന്ന കളിയാണ്. അതിനോടൊപ്പം തന്നെ അവർ അനലൈസ് ചെയ്യുന്നു, ആ ടൈമിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അവരുടെ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ അനലൈസ് ചെയ്യുക. അതുകൊണ്ട് അതിലൊരു പുതുമയില്ല. പക്ഷെ അവിടെ ഒരു വ്യത്യാസം ഉണ്ട്. ജൂഡ് ബെല്ലിംഗാം എന്ന് പറയുന്ന ഒരു കളിക്കാരന്റെ ഏറ്റവും മികവുറ്റ സമയത്തിലേക്ക് അദ്ദേഹം ഉയരുകയാണ്. ക്ലബ് ഫുട്ബോളിലെ റയൽ മാഡ്രിഡിന് കളിക്കുന്ന അദ്ദേഹത്തിനെ അധികമൊന്നും എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മക്കാലിസ്റ്റർ ഫേസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മക്കാലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും അടക്കുന്ന മധ്യനിരയ്ക്ക് തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളും ഇംഗ്ലണ്ടിലെ കളിക്കാരെയൊക്കെ സുപരിചിതരാണ്. പക്ഷെ ജൂഡ് ബെല്ലിംഗാം അത്രത്തോളം സുപരിചിതനല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയാ കളം നിറഞ്ഞ് കളിക്കുന്ന ആ പ്രായത്തിന്റെ ആനുകൂല്യം അടക്കമുള്ള ആ ചോരത്തിളപ്പിന്റെ ജൂഡ് ബെല്ലിംഗാം മാത്രമാണ് തീർച്ചയായിട്ടും മക്കാലിസ്റ്ററിനും അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അർജന്റീന ടീമിനും ഒരു വെല്ലുവിളിയാകാൻ പോകുന്നത്. റൈറ്റ്, അതിൽ തന്നെയാണ് ജൂഡ് ബെല്ലിംഗ്ഹാം, ഹാരി കെയ്ൻ. ഇപ്പോൾ അർജന്റീനയെ സംബന്ധിച്ച് ലയണൽ മെസ്സിയാണ് അവരുടെ കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത താരം. മറുവശത്ത് അവിടെ രണ്ടുപേരാണ്. ഈ ഇംഗ്ലണ്ട് ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ ഒരുപക്ഷെ മെസ്സിയെ കേന്ദ്രീകരിച്ച് അവർക്ക് ഡിഫൻസ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ മറുവശത്തെയും ബെല്ലിംഗ്ഹാമും ഉണ്ട്, ഹാരി കെയ്നും ഉണ്ട്. രണ്ട് ഡബിൾ ബാരൽ എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് എഞ്ചിനാണ് ഇംഗ്ലണ്ടിന്. എങ്ങനെയാണ് അർജന്റീന അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോവുക? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ ഈ മത്സരത്തിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ഹാരി കെയ്നെ പോലെ അർത്ഥ അവസരങ്ങൾ പോലും ഗോളാക്കുന്ന ഒരു ക്യാപ്റ്റൻ, ലീഡർ നമ്മൾ പറയുന്ന പോലെ ലീഡർ അവിടെ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിനെ മാർക്ക് ചെയ്താലും ബെല്ലിംഗാം എന്ന് പറയുന്ന കളിക്കാരൻ ജൂഡ് ബെല്ലിംഗാം അദ്ദേഹത്തിന്റെ മികച്ച ഫോമിലോട്ടാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഇരട്ട ഗോളുമായിട്ട് അദ്ദേഹത്തിന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ, എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിൽ മികച്ച താരമാകാനും കൂടെ സാധ്യതയുള്ള ഒരു കളിക്കാരനാണ് ബെല്ലിംഗാം. അദ്ദേഹം ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാൻ, മിഡ്ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, ഒപ്പം തന്നെ അറ്റാക്കിങ്ങിൽ വന്ന് ഗോൾ സ്കോർ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈ ആണ്. ഒപ്പം തന്നെ അതിന്റെ ചെറുപ്പത്തിന്റെയും അദ്ദേഹത്തിന്റെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിന്റെയും നല്ലൊരു പീക്ക് ടൈമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മാർക്ക് ചെയ്യുക എന്നുള്ളത് ദുഷ്കരമാണ്. കാരണം അദ്ദേഹം നമ്പർ 10 പൊസിഷനിൽ കളിക്കുന്ന സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ, അതായത് വിഡ്രോയിങ് സ്ട്രൈക്കർ എന്ന് പറയും. അതിനോടൊപ്പം തന്നെ മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മാർക്ക് ചെയ്യുക എളുപ്പമായില്ല. എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ഹൈറ്റ് അഡ്വാൻറ്റേജും ആ ഒരു റീച്ചും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ന് ശരിക്കും ഒരു വെല്ലുവിളി തന്നെയാണ്. മറുവശത്ത് താങ്കൾ പറഞ്ഞ പോലെ മെസ്സിക്ക് സ്പേസ് കണ്ടെത്താൻ അനുവദിക്കാതെ മെസ്സിയെ മാർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉള്ള കളിക്കാര് ഇംഗ്ലണ്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ, പക്ഷെ നമുക്കറിയാം ഇംഗ്ലണ്ടിന്റെ ഡിഫൻസ് ചിലപ്പോഴൊക്കെ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഡക്ലൻ റൈസും ഹെൻഡേഴ്സണും കൂടെ അത് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മെസ്സി എന്ന് പറയുന്ന ഒരു മാന്ത്രിക മനുഷ്യൻ ഏത് നിമിഷവും അദ്ദേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് വെല്ലുവിളിയാകും. പക്ഷെ മറുവശത്ത് തീർച്ചയായിട്ടും കോൺഫിഡൻസോടുകൂടി ഹാരി കെയ്ന്റെ ഫോമും ജൂഡ് ബെല്ലിംഗാമിന്റെ ഫോമും ഇംഗ്ലണ്ടിന് ഏറെ പ്രതീക്ഷ നൽകുന്നു. ഓക്കെ, ഞാൻ ഈ മത്സരത്തിൽ വളരെ കൗതുകത്തോടെ നോക്കുന്നത് അർജന്റീന ടീം 11-ൽ ഒരു മാറ്റം വരുത്തുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും റോഡ്രിഗോ ഡി പോളിന്റെ കാര്യത്തിൽ ഈ സെമി ഫൈനലാണ്, വളരെ നിർണായകമായിട്ട് മത്സരമാണ്. സ്കലോണി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളത് സംശയം. പക്ഷേ ഇപ്പോൾ വളരെ ക്ലോസ്ലി അർജന്റീനയെ ഫോളോ ചെയ്യുന്ന എന്താ പറയുക, പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയിലൊക്കെ, ഇപ്പോൾ ഗ്യാസ് റേഡിയോയിലാണെങ്കിലൊക്കെ ഈ ടീമിൽ മാറ്റമുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നൽകുന്നത്. ആ സാധ്യത കാണുന്നുണ്ടോ താങ്കൾ?
തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ കുറെ മത്സരങ്ങളില് ഈ മിഡ്ഫീൽഡിൽ നിന്നുള്ള ആക്രമണത്തിന് വേഗത പോരാ. തീർച്ചയായിട്ടും റോഡ്രിഗോ ഡി പോൾ എന്ന് പറയുന്നത് മെസ്സിയുമായിട്ട് ഏറെ അടുപ്പമുള്ള, നമുക്ക് പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ പരസ്പരമുള്ള വിശ്വാസവും അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു മധ്യനിരയ്ക്ക് വേഗത കുറവ് എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട കാരണം റോഡ്രിഗോ ഡി പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിന് കളിച്ച ആ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കുന്ന ഡി പോളിനെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കോച്ച് തീർച്ചയായിട്ടും സെമി ഫൈനൽ പോലുള്ള ഒരു മത്സരത്തിന് റിസ്ക് എടുക്കാൻ തയ്യാറാകാതെ ഇതുവരെ കളിക്കാത്ത അല്ലെങ്കിൽ മികച്ച പെർഫോമൻസ് ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള താരങ്ങൾ സിമിയോണിയെ പോലുള്ള കളിക്കാർ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ സേവനം ഉപയോഗിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, റൈറ്റ്. എബിൻ, ഒരു നിമിഷം ഒന്ന് തുടരുക. നമുക്ക് ഒരു റിപ്പോർട്ടിലേക്ക് പോവാം. മറ്റൊന്നുമല്ല, ഈ അർജന്റീന കായിക സംസ്കാരത്തിൽ കബാല എന്നൊരു രീതിയുണ്ട്. അതായത് പ്രിയപ്പെട്ട എതിരാളികളിലെ അവരുടെ ഏറ്റവും കരുത്തുറ്റ താരങ്ങളെ അവരുടെ ചിത്രമൊക്കെ ഫ്രീസറിലേക്ക് വെക്കുന്ന ഒരു പരിപാടി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ ആ മത്സരത്തിൽ തിളങ്ങില്ല എന്നുള്ളതാണ് അർജന്റീനയുടെ പൊതുവിശ്വാസം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.